ഇന്നലെ നമ്മുടെ ശ്രീനിയേട്ടൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഒരുപാട് പേര്. നമുക്കറിയാം, മലയാള സിനിമയിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഉള്ള സിനിമകൾ. ഒരുപാട് ലാലേട്ടനൊക്കെ ഒരുപാട് നല്ല നല്ല കോമഡി കഥാപാത്രങ്ങൾ കൊടുത്തൊരു താരം കൂടിയാണ് അദ്ദേഹം. മമ്മൂക്കക്കും അതുപോലെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ മൂവിയിൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കൊടുത്ത ആൾ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആക്ഷേപഹാസ്യ രീതിയിൽ എന്തും തുറന്നു പറയാൻ കഴിയുന്ന നല്ല നല്ല തിരക്കഥകൾ സൃഷ്ടിച്ച അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബോഡിക്കരികിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരു ആളെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ എസ്പെഷ്യലി ഉണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ആ ബോഡിക്കരികിൽ നിന്നിട്ട് കരയുന്ന ഒരാളെ കണ്ടിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ തോളിൽ തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ലാലേട്ടനെയും കണ്ടു. വേറെ ആരുമല്ല, നമ്മുടെ മമ്മൂക്ക. അദ്ദേഹം ആ ബോഡിക്കരികിൽ നിന്നിട്ട് ഇങ്ങനെ വിതുമ്പുമ്പോൾ നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കെയർ ചെയ്ത് തോളത്ത് ഇങ്ങനെ തട്ടി ആശ്വസിപ്പിക്കുന്ന ഒരു സംഭവം കണ്ടു. എന്താ പറയാനുള്ളത് വെച്ചാൽ, അവർ തമ്മിൽ, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളാണ് അധികവും ശ്രീനിയേട്ടൻ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അവരൊരുമിച്ചുള്ള ഒരുപാട് സിനിമകളായിക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെക്കാൾ ഒരുപാട് മുകളിലാണ് മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു അടുപ്പവും സ്നേഹബന്ധവും അവരുടെ ഫാമിലിയുമായിട്ടും അല്ലാതെ ഒരുപാട്. കാരണം ശ്രീനിവാസൻ്റെ ഒക്കെ കല്യാണം നടത്തിക്കൊടുത്ത മുൻപതിൽ നിന്ന് 2 പേരാണ് നമ്മുടെ ഇന്നസെൻറ്റും അതുപോലെ തന്നെ മമ്മൂക്കയും. ഇവരാണ് അത് ഒരുപാട് വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം മതങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ഒരു മമ്മൂക്കയെ കുറിച്ചിട്ട് അദ്ദേഹം ഒരുപാട് എന്താണ് ഇങ്ങനെ വാ തോരാതെ സംസാരിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു സംഭവം, അതായത് ലാലേട്ടൻ ഇങ്ങനെ മമ്മൂക്കയുടെ തോളത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ആശ്വസിക്കും. അതായത് ഒരു സഹോദരൻ്റെ തോളത്ത് ഇങ്ങനെ കൈ തട്ടി വെച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ആശ്വസിപ്പിക്കാനുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, മലയാള സിനിമയിൽ മമ്മൂക്കയുടെ പേര് മമ്മൂക്ക എന്നും മമ്മൂട്ടി സാറെന്നൊക്കെ വിളിക്കുന്നവരിൽ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന 2 താരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ സിനിമാ നടൻ റഹ്മാനും അതുപോലെ നമ്മുടെ ലാലേട്ടനും. ഇവർ 2 പേരും അത്രത്തോളം ബോണ്ടിങ് ആണെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ തന്നെ കിട്ടുന്നു. മമ്മൂക്കയുടെ സ്വന്തം ജ്യേഷ്ഠ അനിയന്മാരൊക്കെ വിളിക്കുന്ന ആ പേര് നമ്മുടെ ലാലേട്ടൻ അതുപോലെ റഹ്മാനെ വിളിക്കാറ്, അങ്ങനെ ഇച്ചാക്കാന്ന്. അത്രത്തോളം സ്നേഹം അവർ തമ്മിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറഞ്ഞും വാശി കാണിച്ചും അടിയുണ്ടാക്കിയും എല്ലാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക ഒരു അനുഭൂതി തരിക. കാരണം ഇന്നലെ ഒരു ജ്യേഷ്ഠൻ്റെ തോളത്ത് ഇങ്ങനെ കൈ തട്ടി വെച്ച ഒരു അനിയനെയാണ് ഇന്നലെ കണ്ടത്. അല്ലാതെ ഒരു മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകളായ മമ്മൂക്കയും ലാലേട്ടനിൽ ഇന്നലെ കണ്ടത്. അതും തൻ്റെ സുഹൃത്തിൻ്റെ അരികിലിരുന്ന് കരയുന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ്റെ അനിയൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കുക, എത്ര വലിയ ആളുകളാണെങ്കിലും നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവിടെ കിടക്കും. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടും അവരുടെ കുടുംബക്കാർ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്കത് വിഷമം തട്ടിയിട്ട് അവരുടെ ഇങ്ങനെ വിതുമ്പുന്നത്. എന്തായാലും മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ അതുപോലെ തന്നെ ഇവരൊക്കെ വന്നിട്ട് അവരൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് പൊടിയുമ്പോൾ നമുക്കൊക്കെ ആ പഴയ കാലഘട്ടം ഇങ്ങനെ ഓർമ്മ വരിക. എന്തായാലും നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് നല്ല നല്ല തിരക്കഥാകൃത്തുക്കളും സംവിധായകരും അതിലുപരി ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ ചെയ്ത നടന്മാരൊക്കെ നമ്മളെ വിട്ടുപോയി. ആ ഒരു കാലഘട്ടം എന്തായാലും ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉറപ്പ് കാണും. എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാം. ഓക്കെ.